ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വേലാഘോഷം കലക്കിയതിനു മുന്നിൽ BJP തന്നെയെന്ന് CPIM ഏരിയ സെക്രട്ടറി നന്ദകുമാർ. ചേലക്കര മഹാകാളങ്കാവ് വേലയോടനുബന്ധിച്ച് നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. BJP നേതാവിനെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ച സംഗതി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചേലക്കരയിൽ BJPയുടെ സജീവ പ്രവർത്തകൻ നടത്തപ്പെട്ട ചില കാര്യങ്ങളാണ്. വേല ദിവസം BJPയുടെ ഒരു സജീവ പ്രവർത്തകൻ ഇപ്പോൾ BJPക്കാരവൻ ഞങ്ങളുടെ സജീവ പ്രവർത്തകനല്ല എന്ന ഒരു വാർത്താ സമ്മേളനം നിങ്ങളുടെ ഇതിൽ കണ്ടിരുന്നു. പക്ഷേ ഇയാളിവിടെ സജീവ പ്രവർത്തകനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അയാൾ വല്ലവരുടെ ഫോൺ ഉപയോഗിച്ച് ഈ ജനങ്ങളുടെ അഭിലാഷമായിട്ടുള്ള ഈ അതിമാളങ്കാവ് വേല കലക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു. അത് ഉപയോഗിക്കപ്പെട്ട ഫോൺ അയാളുടെ ഫോണൊന്നല്ല, വേറെ ആരുടെയും ഫോണിൽ നിന്നാണ്. അതിൻ്റെ മുകളിൽ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഫോണിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ വേറെ ദിവസം പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അതിമാളങ്കാവിലെ വേല നടത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞങ്ങളും ജനങ്ങളും മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിമാളങ്കാവിൽ വെടിക്കെട്ട് നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഇടപെടാത്ത കുഴപ്പമൊന്നുമല്ല. അന്നത്തെ കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന K. രാധാകൃഷ്ണൻ വലിയ ശ്രമകരമായ ഇടപെടലാണ് ആ കാര്യങ്ങൾ നടത്തിയത്. ഒരുവിധം എല്ലാ നിയമങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് നടത്തണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലെല്ലാം ഉണ്ടായി. എന്നാൽ അവിടെയെല്ലാം ഊമക്കത്തുകൾ നൽകിക്കൊണ്ട് ADMൻ്റെ അടുത്ത് ഊമക്കത്ത് നൽകണം, പെസോന് ഊമക്കത്ത് അയക്കണം. അതുപോലെ തന്നെ വെടിക്കെട്ട് പൊട്ടിക്കേണ്ട സമയമാകുമ്പോഴാണ് പെസോ വന്നിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വെടിക്കെട്ട് കത്തിക്കാതെ ജനങ്ങളെ മുഴുവൻ നിരാശരാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2 തെരഞ്ഞെടുപ്പുകൾ നമ്മളിപ്പോൾ നേരിട്ടതാണ്. ഈ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെയും അതുമാതിരി തന്നെ BJPയുടെയും പ്രധാനപ്പെട്ട പ്രചരണം അതിമാളങ്കാവിൽ വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത മന്ത്രി അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത MLA എന്ന നിലവാരത്തിലുള്ള പ്രചരണമാണ് നടത്തിയത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതൊരു വലിയ പ്രശ്നമൊന്നുമായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വോട്ടിൻ്റെ കുറവുണ്ടായി എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും ഈ 2 പ്രാവശ്യവും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കള്ളപ്രചരണങ്ങളെ ഒരു പരിധി വരെ ജനങ്ങൾ തള്ളി എന്നാണ് അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതേമാതിരിയുള്ള ഗൗരവമായ കുറ്റങ്ങൾ ചെയ്യാം. ഈ നാടിൻ്റെ ഒരു ഉത്സവത്തെ കലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നാട്ടുകാരോട് കാണിക്കുന്ന വലിയ അവഹേളനയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷം ഇവിടെ MP ഉണ്ടായിരുന്നു. ഈ MPയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലും ഈ അതിമാളങ്കാവിലെ വേലയ്ക്ക് ഉണ്ടായതായിട്ട് ഞങ്ങളറിവില്ല. രാധാകൃഷ്ണൻ സഖാവ് തന്നെയാണ് വളരെ ഗൗരവത്തിൽ ഈ കാര്യങ്ങളിൽ ഈ കാലങ്ങളിലൊക്കെ ഇടപെട്ട് അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടാക്കത്തക്ക വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം പുതിയ MLA ആയിട്ടുള്ള സഖാവ് പ്രദീപ് വളരെ കാര്യമായിട്ട് ഇതിലിടപെടുന്ന ഒരു സ്ഥിതി, 2 പേരുടെയും കൂടിയിട്ടുള്ള ഇടപെടലാണ് ഈ പ്രാവശ്യം വെടിക്കെട്ട് നടത്താനുണ്ടായ സാഹചര്യം. രാധാകൃഷ്ണ സഖാവിന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഉണ്ടാവാതിരുന്നത്. സെൻട്രൽ കമ്മിറ്റി ഇന്നലെയാണ് സമാപിച്ചത്. അതല്ലെങ്കിൽ അദ്ദേഹവും ഇതിൽ കൂടെ MLA MP ഒന്നിച്ച് ഈ വേല നടത്തുന്നതിന് കൂടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്നാമത്തേത് ഇതേമാതിരിയുള്ള വേല നടത്താതിരിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പോലീസ് ഇതിനുള്ള പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ആ എടുത്ത കേസ് പോരാ എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക്. പക്ഷേ ഇത്രയും ഗൗരവമായ ഒരു കുറ്റം ചെയ്തിട്ട് കേസെടുത്ത് ജാമ്യത്തിൽ വിടുക എന്നുള്ളതിലപ്പുറം ഒന്നുകൂടി ഗൗരവപ്പെട്ട
ഈ വല്ലവരുടെ ഫോൺ ഹൈജാക്ക് ചെയ്തെടുത്ത് ഒരു നാട്ടിൽ നടക്കാത്ത സംഗതികളാണ് നമ്മുടെ ചേലക്കരയിൽ ഇപ്പോൾ നടന്നത്. അതിനെതിരെ നല്ല ഗൗരവത്തിൽ കേസെടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തായാലും ഇതിൻ്റെ മുഖ്യ പങ്ക് BJPക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം കാര്യങ്ങളാണ്